അപ്പോൾ 82-ൽ ഞാൻ വന്നു. അപ്പം വരുന്ന സമയത്തൊക്കെ തന്നെ നമ്മുടെ സിനിമയുടെ ഒരു നില എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പിന്നിൽ അവരുടെ ഷോൾഡേഴ്സിൽ മലയാള സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. രണ്ടുപേരും ചെറുപ്പമാണ്, രണ്ടുപേരും വളരെ പ്രതിഭയുള്ള ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെല്ലാം എന്നെപ്പോലെയുള്ള കുറേ ആൾക്കാരൊക്കെ വിചാരിച്ചു, എൻ്റെ സ്ഥിതിയിലുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചു ഒരുപക്ഷെ നമ്മുടെ കരിയർ ഇവരുടെ കൂട്ടുകാരായിട്ടോ ഇവരുടെ അയൽക്കാരനായിട്ടോ അനിയനായിട്ടോ അങ്ങനെയുള്ള ഇവരെ ഡോക്ടറായിട്ടോ പോലീസ് ഇൻസ്പെക്ടറായിട്ടോ ഒക്കെ തീരാനുള്ളതാണ് നമ്മുടെ യോഗം, നമ്മുടെ ജീവിതം എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ മാത്രമല്ല, കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഇവരെ വിട്ടിട്ടുള്ള ഒരു സിനിമയെപ്പറ്റി വലിയ ചിന്തയില്ല, എടുക്കുന്നത് തന്നെ കൊമേഴ്ഷ്യൽ സക്സസ് ആകുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 88, 89 റാംജി റാവു സ്പീക്കിംഗ് വരുന്നത്. ഓണത്തിന് മുമ്പുള്ള ഒരു ഡേറ്റിലായിരുന്നു റിലീസ്. അതായത് ഓണത്തിന് വലിയ പടങ്ങൾ വരും, അതിന് മുമ്പ് ഒരാഴ്ച. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വിജയം വന്നപ്പോൾ ഈ കോൺട്രാക്റ്റ് അനുസരിച്ച് തിയേറ്ററുകാർക്ക് ഇത് പുറകോട്ട് അടിക്കുകയും വേണം, ഇത് നിർത്തുകയും വേണം. എന്നാൽ പോയും വന്നും പിന്നെ സജീവമായിട്ട് 150 ദിവസം ആ സിനിമ ഓടിയത് ആ മലയാള സിനിമയുടെ ചരിത്രത്തിലൊരു വ്യത്യാസം